ഓക്കെ, വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് നാഷ്. നമ്മൾ സംസാരിച്ചിട്ടിരുന്ന CM വിജയനെ കുറിച്ചായിരുന്നു. അപ്പോൾ 2000 ശേഷം പുള്ളി ഇളയ ദളപതിയായി മാറി. ഇളയ ദളപതിയുടേതായ കാര്യങ്ങൾ കെട്ടി 2009 പുള്ളിയുടെ ഫാൻസ് എല്ലാം കൂടെ ഒത്തിരി ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പം വിജയ് മക്കൾ ഇയക്കം എന്ന് പറഞ്ഞ ചെറിയൊരു ഫാൻ ബേസിൻ്റെ ഒരു സാധനം അവർ സ്റ്റാർട്ട് ചെയ്തു. അത് തന്നെയായിരുന്നു പുള്ളിയുടെ TVK എന്ന് പറയുന്ന പുള്ളിയുടെ പാർട്ടിയുടെ ഒരു ബേസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട്സ് വന്നത് അവിടെ മുതലാണെന്ന് പറയാം. അവസാനം 2010 പുള്ളിയുടെ തുപ്പാക്കി, സർക്കാർ, മെർസൽ, അങ്ങനെ ഒത്തിരി സിനിമകൾ വന്നു. അതിനുശേഷം ലിയോ, ബീസ്റ്റ്, അങ്ങനെ ഒത്തിരി സിനിമകൾ വന്നു. പക്ഷേ പുള്ളിയുടെ 2-3 സർക്കാർ ഉൾപ്പെടെയുള്ള 2-3 സിനിമകളിലാണ് പുള്ളി പബ്ലിക് വെൽഫെയറിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. മെർസലും കത്തിയും സർക്കാരും ഒക്കെ വന്നപ്പോഴാണ് പബ്ലിക് വെൽഫെയറിനെ കുറിച്ച് പുള്ളി പൊളിറ്റിക്കലി ഉള്ള പുള്ളിയുടെ കുറച്ച് സ്റ്റാൻഡ്സ് ഒക്കെ വന്നത്. അങ്ങനെ പുള്ളിയുടെ സ്റ്റാൻഡ്സ് തുടങ്ങി കാര്യങ്ങളൊക്കെ ചെയ്ത് വെട്രി എന്ന് പറഞ്ഞ അന്ന് മുതൽ തുടങ്ങിയ സിനിമയ്ക്ക് ശേഷം 69 സിനിമകൾ ചെയ്ത് 69ാമത്തെ അല്ലെങ്കിൽ 70ാമത്തെ സിനിമയാണ് ജനനായകൻ. റിലീസാകാൻ പോകുന്ന ജനനായകന് വേണ്ടി ഇപ്പോഴും നമ്മൾ കാത്തിരിക്കുകയാണ്. പുള്ളി തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് അറിയാമല്ലോ, കുറച്ച് കാസ്റ്റ് ബേസ്ഡ്, റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അതിൽ നിന്നുമൊക്കെ പുള്ളി വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സിംഗപ്പെണ്ണ് എന്ന് പറഞ്ഞ വിമൻ സേഫ്റ്റിക്ക് വേണ്ടി കുറേ കാര്യം ചെയ്യുന്നുണ്ട്. വിമനൊക്കെ അവിടെ ട്രാവൽ ഫ്രീ ആണെന്ന് കേൾക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യം, ടാസ്മാക് സ്കൂളിൽ നിന്ന് മാറ്റി പുള്ളി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയാണ് കേൾക്കാൻ കഴിയുന്നത്. നല്ല കാര്യം തന്നെ. അപ്പോൾ എന്തായാലും പുള്ളിയുടെ ഒരു സിനിമയും ഞാൻ കാണാൻ തയ്യാറായി അല്ലെങ്കിൽ കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നില്ലായിരുന്നു. ഇന്നേ വരെ ഒരു സിനിമ, പുള്ളിയുടെ 69 സിനിമകളിൽ ഒരു സിനിമ പോലും ഞാൻ എക്സൈറ്റഡ് ആയിട്ട് കാണാൻ ഇരിക്കുന്നില്ലായിരുന്നു. പക്ഷേ ജനനായകൻ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നതാണ്, ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി, ലൈക്ക് എനി അതർ വിജയ് ഫാൻ, ഞാൻ വിജയ് ഫാൻ അല്ല, എന്നാൽ പോലും അതൊരു കാണാൻ വേണ്ടിയിട്ട് പുള്ളി ശരിക്കും ലൈഫിൽ ജനനായകനായതിനു ശേഷം എന്താണ് പുള്ളിക്ക് സിനിമയിൽ പറയാനുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നതാണ്. ഐ എം വെരി ഷുവർ യു ഗൈസ് ആർ ഓൾസോ looking forward to watch Jananayagan, and so let me know under the comment section. Thank you so very much.